ഈ ചെമ്മീൻ തന്നെ നമ്മൾക്ക് പല ജാതി ചെമ്മീനുണ്ടല്ലേ, വളർത്ത് ചെമ്മീനുണ്ട്, പിന്നെ നല്ല കടലിന്റെ ചെമ്മീൻ തന്നെ പല പല ഫ്ലേവേർഡ് ചെമ്മീനുണ്ട്. ചെമ്മീൻ്റെ കടലിൽ തന്നെ മീൻ പിടിക്കുന്ന സമയമുണ്ടല്ലോ, മേലെ വരുന്ന ഒരു കളർ ചെമ്മീനാ, നന്നടിയിലുണ്ടാവുന്നത് ബട്ടർഫ്ലൈ പോലെ അതിൻ്റെ മേലെ ചെറിയ ചെറിയ ഡോട്ട്സ് ഉണ്ടാവും. അങ്ങനെ സ്റ്റേജസ് ഓഫ് വാട്ടർ ലെവലിൽ ജീവിക്കുന്ന ചെമ്മീനുകളുണ്ട്. അതാണ് ചില ആൾക്കാർ ചില ചെമ്മീൻ അലർജി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ചെമ്മീൻ്റെ ഫ്ലേവർ ഓൾസോ മാറ്റേഴ്സ്. പിന്നെ നമ്മളിത് ചെമ്മീൻ വാങ്ങാൻ പോകുമ്പോൾ ഫുൾ ക്ലീൻ ആക്കിയിട്ട് തലയൊന്നും വേണ്ട പറയും. ആക്ച്വലി സ്പീക്കിംഗ് ഇതിൻ്റെ എല്ലാ ഫ്ലേവേഴ്സ് ഇതിൻ്റെ ഉള്ളിലാണ്, തലയില് ഈ തലേൻ്റെ ഉള്ളിൽ. അത് ചൂ ചെയ്തിട്ട് കളയാം. റിയൽ ഫുഡ് ലവേഴ്സ് ആണെങ്കിൽ ഈ ഫോക്ക് കുത്തി തിന്നുന്നവർക്കാണ് ഈ തലയൊന്നും ഇല്ലാണ്ട് ഈ മീൻ കഴിക്കേണ്ടത്. പക്ഷെ ഈ തല വെച്ചിട്ട് വേണമെങ്കിൽ ഇതങ്ങോട്ട് ഊരിക്കളയാം, പ്രശ്നമില്ല. ഇതെന്തായാലും വേണം. അത് കഴിഞ്ഞതിന്റെ ശേഷം ഇതിലൊരു ചെറിയൊരു ഫ്ലൂയിഡ് ഉണ്ടാവും. ആ ഫ്ലൂയിഡ് വേണമെങ്കിൽ ഞെക്കിപ്പോക്കാം. എന്നിട്ട് കടലിലെ ചെമ്മീനാണെങ്കിൽ ഉപ്പിട്ട് കഴുകണം. ഉപ്പിട്ട് കഴുകി കഴിഞ്ഞാൽ അതിന്റെ ആ ചൂര് മണമെല്ലാം പോവും. ആൻഡ് ഇറ്റ് ടേസ്റ്റ് ബെറ്റർ. വെറുതെ ചെമ്മീൻ ഇങ്ങനെ വാങ്ങി മാത്രമല്ല, ആ സാധനത്തെ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഇന്ന് വാങ്ങാൻ പോണത് എന്ത് ചെമ്മീനാണ്, കൾച്ചർ ചെയ്ത് വളർത്തുന്ന ചെമ്മീനുണ്ട്, അത് ഈ ചളിയൊക്കെയാണ് കഴിക്കുക. നേരെ മറിച്ച് കടലിൽ നിന്നും പുഴയിൽ നിന്നും ഒക്കെ ഡീപ്പ് നിന്ന് പിടിക്കുന്നതിന് ഭയങ്കര ഫ്രഷ് വാട്ടറിലായിരിക്കും അത് ഉണ്ടാവുക. അത് ജീവിക്കുന്ന എൻവയൺമെന്റ് നോക്കണം അല്ലേ. നമ്മൾ പിടിച്ച് ഒരു ഇതുപോലെ കെട്ടിയിട്ടിട്ട് അതിൽ കോഴി വേസ്റ്റും മറ്റേ വേസ്റ്റും ഒക്കെ ഇട്ടിട്ട് ഇതിനെ കൊണ്ട് തീറ്റിച്ചിട്ട് അത് വലുതാവുന്നതും നാച്ചുറലി ദൈവം തന്ന ടേസ്റ്റും വ്യത്യാസമാണ്. കറക്റ്റ്.